ചെയ്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങാൻ 3 വർഷം കാത്തിരുന്ന ഒരു സ്ത്രീ. മദീനയിലെ 70 പാപികൾക്ക് വീതിച്ച് നൽകിയാൽ പോലും ബാക്കിയാകുന്നത്ര വലിയ പശ്ചാത്താപം. ഒരിക്കൽ ഗാമിദിയ ഗോത്രക്കാരിയായ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി പറഞ്ഞു: "അല്ലാഹുവിൻ്റെ ദൂതരെ, ഞാൻ വ്യഭിചാരം ചെയ്തുപോയി, എന്നെ ശുദ്ധീകരിക്കണം." ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞു. 3 വട്ടം അവർ ആവർത്തിച്ചപ്പോഴും നബി തങ്ങൾ മുഖം തിരിച്ചു. എന്നാൽ തൻ്റെ തെറ്റിൽ അവർ അത്രമേൽ ഖേദിച്ചിരുന്നു. അവർ ഗർഭിണിയാണെന്നറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മടക്കി അയച്ചു. കുഞ്ഞ് ജനിച്ച ശേഷവും പിന്നീട് ആ കുഞ്ഞിൻ്റെ മുലകുടി മാറിയ ശേഷവും ആ സ്ത്രീ പശ്ചാത്താപവുമായി നബിയെ തേടിയെത്തി. അവരുടെ ഉറച്ച തീരുമാനത്തിനു മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കല്ലെറിഞ്ഞ് വധിക്കാൻ ഉത്തരവിട്ടു. ശിക്ഷ നടപ്പാക്കുന്നതിനിടെ ആ സ്ത്രീയുടെ രക്തം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചു. അതുകേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു: "ഖാലിദ്, നീ നിർത്തുക. അവർ അത്രമേൽ വലിയൊരു പശ്ചാത്താപം ചെയ്തിരിക്കുന്നു. അത് മദീനയിലെ 70 പേർക്ക് വീതിച്ചു നൽകിയാൽ പോലും അവർക്കെല്ലാം അത് മതിയാകുമായിരുന്നു." തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ആ സ്ത്രീയുടെ മയ്യിത്ത് നമസ്കരിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വിശാലമാണ്! തെറ്റുകളിൽ നിന്ന് മടങ്ങുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു. ഇതുപോലെയുള്ള ചരിത്രങ്ങൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.